നീരജ് ഗോ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാല് തല്ലുമാല പ്ലസ് എന്താണ് കേൾട്ടൺ ക്രോസ് ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്നുവെച്ചാൽ അതിനകത്തൊക്കെ വർക്ക് ചെയ്ത ഭൂരിഭാഗം ആൾക്കാരും ഇതിനകത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. വൈറസ് ഉള്ളൊരു പരിപാടിയാണ്. പിന്നെ പോലെ ഇപ്പത്തെ സിനാരിയോ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പാണ്. അപ്പൊ ടോവി ബ്രോക്ക് ഏതെങ്കിലും വേൾഡ് കപ്പ് ടീം ഏതെങ്കിലും ഉണ്ടാ ഫേവറേറ്റ്? ഞാൻ അങ്ങനെ ഭയങ്കര ഫുട്ബോൾ ഫാൻ അല്ല, പക്ഷെ ഇപ്പൊ ഞങ്ങൾ കളി എല്ലാ ദിവസവും കാണുന്നുണ്ട്. അവിടെ ഉള്ള ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഫുട്ബോൾ ഫാൻസ് ആയതുകൊണ്ട് ഞാനിപ്പോ ടീമുണ്ട്. ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഞാൻ വെറുതെ തമാശക്ക് ഞാൻ പറയണ ഇംഗ്ലണ്ട് ജയിക്കുമെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ അവർക്ക് വേറെ ഓരോരോ ടീം എടുത്തു, ബാക്കി കിട്ടിയത് മെസ്സി റൊണാൾഡോ അങ്ങനെ ഫേവറേറ്റ്സ് പിക്ക് ചെയ്യാറില്ല. ക്ലാസിക്കോനെ പറ്റി നിലവിൽ എന്താ പറയാൻ പറ്റും? എൽ ക്ലാസിക്കോ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ സ്പെയിനിലെ ഷെഡ്യൂളൊക്കെ കഴിഞ്ഞു, തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പോകാനുണ്ട്. പക്ഷെ കലക്കൻ സിനിമയായിരിക്കും. അതിനേക്കാളും ബെറ്റർ. എൽ ക്ലാസിക്കോ വരും, ഉടനെ വരും. തല്ലുമാലയും കേൾട്ടനും കൂടെ ഉള്ള ഒരു ക്രോസ് ഓവർ ആയിരിക്കും. ട്രെയിലർ ഇറങ്ങി സൂപ്പർ. നമ്മൾ 9-ാം തീയതി ജൂലൈ 9-ന് പടം ഇറങ്ങാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നിസാം ബഷീർ വീണ്ടും കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഫൈറ്റ് 4-5 ഫൈറ്റ് ഒക്കെ കാണുന്നുണ്ട്. ആ ഫൈറ്റ് ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോ ട്രെയിലർ കണ്ട പോലെ തന്നെ അതൊക്കെ തന്നെയാണ് പടത്തിന്റെ ഒരു മൂഡ്. ജൂലൈ 9-ന് ഉണ്ടാവും പടം. അങ്ങനെയൊന്നുമല്ല. അതിന് വേറെ പറയാനില്ല.